ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? ഓക്കെ, ഇവിടെ വിശേഷങ്ങളായിട്ട് പറയാൻ ഒന്നുമില്ല. എല്ലാം അതേപോലെ തന്നെ പോകുന്നു. ബിസി ആയിട്ടുള്ള കാര്യങ്ങൾ. കിച്ചാപ്പു ആസ് യൂഷ്വൽ സ്കൂളിലേക്ക് പോകുന്നു. മനുവിൻ്റെ മെഡിക്കൽ കോച്ചിങ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതപ്പോൾ എന്താണ് പറയുക, യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എക്സാംസ്, അതായത് സ്കൂൾ കേംബ്രിഡ്ജ് അതിൻ്റെ അല്ല, അതല്ലാതെ അവൻ പോവാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ എക്സാംസ് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കോച്ചിങ് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോന്നായിട്ടുള്ള എക്സാംസ് തുടങ്ങാൻ ഉള്ള സമയമായി. അതിൻ്റെ പഠിപ്പ് കാര്യങ്ങളായിട്ട് അവൻ പോയിക്കൊണ്ടിരിക്കുന്നു. കണ്ണേട്ടൻ ഇവിടെ ഇല്ല, ബിസിനസ് ട്രിപ്പിലാണ്. അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ജോലി തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. ബാക്കി വിശേഷങ്ങളായിട്ട് പറയാനായിട്ടുള്ള പ്രത്യേകം വിശേഷം എന്ന് പറയാനായിട്ടുള്ള രീതിയിൽ ഒന്നും തന്നെയില്ല. എൻ്റെ ഈ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക, എപ്പോഴും പറയുന്ന പോലെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇടാൻ പറ്റുന്നില്ല. എല്ലാ ദിവസവും എനിക്ക് ഓർഡേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആ ഒരു വൈകള്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്നത് കുറച്ച് ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, കുറച്ച് കാര്യങ്ങൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലപോലെ അറിയാം, ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വരുമ്പോൾ ഞാൻ വരാറുണ്ട്. ഇല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയണം എന്നുള്ള രീതിയിലാണെങ്കിൽ ഞാൻ വരാറുണ്ട്. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. കുറച്ച് നല്ല സംസാരിക്കാൻ നല്ല വിഷയങ്ങളാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലുതായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോളൂ. ഓക്കെ, സോ നമുക്ക് ആദ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് വിൻചേച്ചി ഇപ്പോൾ ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ട്, നല്ലൊരു ചോദ്യം കേട്ടോ. ഇപ്പോൾ ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ട് വിൻചേച്ചി ഒന്നും പറയാറില്ലല്ലോ, എല്ലാം ഓക്കെ ആയിട്ട് സെറ്റായിട്ട് പോകുന്നുണ്ടോ? റെഹന എന്ന് പറയുന്ന കുട്ടിയാണ്. പേര് പറഞ്ഞോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ഇപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും പറയാനില്ല തോന്നുന്നു. എല്ലാം നന്നായി പോകുന്നുണ്ട് എന്ന് തോന്നുന്നു. എന്റെ കാര്യം ഞാൻ പറയാലോ ചേച്ചി. എന്റെ കാര്യം, എനിക്ക് സ്റ്റിയറിംഗ് പിടിച്ചാൽ വിറയ്ക്കുന്നു. എനിക്ക് എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു ധൈര്യം കിട്ടുന്നില്ല. വിൻചേച്ചിയുടെ വീഡിയോസ് പല പ്രാവശ്യം ഞാൻ കാണുമെങ്കിലും ആ സമയത്ത് ഒരു 10 മിനിറ്റിനോളം ധൈര്യം ഉണ്ടാവും എന്നല്ലാതെ അതിനുശേഷം വണ്ടി, റോഡ്, ഹൈവേ കാണുന്ന സമയത്ത് എനിക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു തോന്നലാണ്. എന്താ ഞാൻ ചെയ്യാ വിൻചേച്ചി? ഹസ്ബൻഡ് ആണെങ്കിൽ ഇത്ര പൈസ ചെലവാക്കി നിനക്ക് വേണ്ടിയിട്ട്, എന്നിട്ട് നീ ഒരു വണ്ടി പോലും എടുക്കുന്നില്ല, ഇപ്പോഴും ടാക്സിക്കും ഊബറിനും വേണ്ടി പൈസ ചെലവാക്കുന്നല്ലോ എന്നും പറഞ്ഞിട്ടാണ് വഴക്ക്. എന്താ ഞാൻ ചെയ്യുക? എനിക്ക് ആ കോൺഫിഡൻസ് വരുന്നില്ല. എനിക്ക് പേടിയാവുന്നു. പ്രത്യേകിച്ചിട്ട് മക്കളെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞാൽ അത് അതിലപ്പുറം പേടി. റഹന, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമേ, റഹന എന്നല്ല ആരോടാണെങ്കിലും ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏറ്റവും അതായത് ഞാൻ വിചാരിക്കുന്നതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതിയിൽ ഒരു ഡ്രൈവിംഗ് പാസ്സാവുക എന്ന് പറയുന്നത് ദുബായിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പലവരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായിട്ടുള്ള ആൾക്കാരുണ്ടാവാം. പക്ഷെ തോറ്റു പഠിച്ചിട്ടുള്ള ഒരാള് എന്നുള്ള നിലയിൽ ഞാൻ പറയാണ്, ഇവിടെ എത്രമാത്രം നിങ്ങളെ തോറ്റു പഠിപ്പിക്കുന്നു, ഇല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾക്ക് ലൈസൻസ് കിട്ടാൻ നിങ്ങൾക്ക് വൈകുന്നു, നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. അവർക്കറിയാം നിങ്ങൾ സ്റ്റഡി ആണെങ്കിൽ, നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോഡിൽ പോയിട്ട് നിങ്ങളുടെ കാരണം കൊണ്ട് വേറൊരാൾക്ക് ഉപദ്രവം വരില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് വന്നിട്ടുണ്ട് എന്നല്ലാതെ നിങ്ങളുടെ കയ്യിൽ ലൈസൻസ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് അവർ തരാൻ പോകുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് വെരി സ്ട്രിക്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ദുബായിലത്തെ ലൈസൻസ് എവിടെ പോയാലും വാലിഡ് എന്നുള്ള രീതിയിലാവാനുള്ള കാരണം. ദേ ആർ വെരി സ്ട്രിക്റ്റ്. അതോറിറ്റീസ് ആർ വെരി സ്ട്രിക്റ്റ്. കാണാ കൂടാന്നൊന്നും കാര്യങ്ങൾ ഇവിടെ നടക്കില്ല. മനസ്സിലായില്ലേ? ഇനി അവര് നമുക്ക് ലൈസൻസ് തന്നാൽ കൂടിയിട്ട് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഈസി ആയിട്ടുള്ള രീതിയിൽ പേടിക്കാതെ വരാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. എന്തൊരു കാര്യവും അങ്ങനെ തന്നെയാണ് അല്ലെ? നമുക്കൊരു സംഭവം കിട്ടി, നമ്മൾ പഠിച്ചു, നമുക്ക് കിട്ടി. അതിനെ പ്രാക്ടീസ് ചെയ്യാത്തോടത്തോളം നമുക്ക് അതിലേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് നമ്മളെ പഠിപ്പിച്ചു, നമ്മൾ പോയി, നമ്മൾ ചെയ്തു, കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവരുടെ മുമ്പിൽ ചെയ്തു. പക്ഷെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം വരുന്ന സമയത്ത് അത് നമ്മൾ
തന്നെ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പോൾ ഹൈവേ കൂടെ പോകുന്നു, റോഡ് കൂടെ പോകുന്നു, ബാക്കിയുള്ള റൂട്ട് കൂടെ പോകുന്നു, ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ പോകുന്നു, അതിനൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഏതൊരു കാര്യവും നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പറയാൻ നമുക്ക് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇവിടെ എത്ര ഹൈവേസ് ഉണ്ട് നമുക്ക്, 311, E11 എന്താണ്, എല്ലാത്തിലും കൂടിയിട്ട് നമ്മൾ പോകുന്ന പോലെയല്ല നമ്മൾ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത്. ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ പീക്ക് ടൈമിൽ, ഇനി ഇതിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്, പീക്ക് ടൈം ഉണ്ട്, ഓഫ് പീക്ക് ടൈം ഉണ്ട്. നമ്മൾ പീക്ക് ടൈമിൽ പോകുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ ഏരിയ ഒന്നും അടുക്കാൻ പറ്റാത്ത ലെവലിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഹൈവേയിലാണെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും ചില സംഭവങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഇതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസ് ഓഫ് നമ്മൾ എങ്ങനെ അതിനെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ള നിലയിലാണ് നമുക്ക് എക്സ്പീരിയൻസ് വരുന്നത്. സോ പേടിച്ചിരിക്കുക എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ലൈസൻസ് ഏത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരും നമുക്ക് ലൈസൻസ് തന്നാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭയം നമ്മൾ അതിന്റെ പുറത്തേക്ക് വരാത്തോടത്തോളം നമുക്കായിട്ടുള്ള രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഫോർ ഷുവർ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഇതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത്, അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ എന്താണ് ചെയ്തത് എന്ന് പറയാം. അങ്ങനെ ലൈസൻസ് കിട്ടി, അങ്ങനെ എടുത്തു, അങ്ങനെ ഓടിച്ചു, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും പേടിച്ചു പറിച്ചുകൊണ്ട് തന്നെയാണ് പല സംഭവങ്ങളിലും ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണത് എങ്ങനെ തുടങ്ങണം. ആളും മനുഷ്യനും ഇല്ലാത്ത ലെവലിലേക്ക് റോഡിലേക്ക് കൂടെ പോയിട്ട് ആദ്യം തന്നെ തുടങ്ങിയാൽ മതി. അങ്ങനെ എടുത്ത വഴിക്ക് ഷെയ്ഖ് സായിദ് റോഡിൽ കൂടെ പോകണം എന്നല്ല ഞാൻ പറയണത്. പോയി നമ്മൾ പരിചയമായി, പിന്നെ നമ്മൾ എത്രയൊക്കെ തന്നെ നമ്മൾ ശ്രമിച്ചാലും നമുക്ക് കോൺഫിഡൻസ് ലെവൽ ആ ഫസ്റ്റ് ലൈനിലേക്ക് പോവാതിരിക്കുക. അതായത് ലൈനുകൾ പലതും ഉണ്ടല്ലോ, ആ ലൈനിൽ പോകുന്ന സമയത്ത് ഫാസ്റ്റായിട്ട് പോകുന്ന ആൾക്കാർ പോകട്ടെ, അതിന്റെ അടുത്ത് പോകുന്ന ആൾക്കാർ പോകട്ടെ. നമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ശിവനേന്നും പറഞ്ഞിട്ട് പോവാൻ ഒരു വഴിയുണ്ടല്ലോ. ആരോടും ഒന്നും ചോദിക്കണ്ട. ഒരാളും നിങ്ങൾക്ക് വന്നിട്ട് പിന്നാലെ വന്നിട്ട് ഹോൺ ചെയ്യാനും പോകുന്നില്ല, ഹോങ്ക് ചെയ്യാനും പോകുന്നില്ല, ലൈറ്റ് അടിക്കാനും പോകില്ല. ഇനിയിപ്പോ അഥവാ പിന്നാലെ വന്നിട്ട് സ്ലോ ആയിട്ട് പോകുന്ന ലൈനിലേക്ക് ലൈറ്റ് അടിച്ചു തന്നെ വെക്കുക. അത് അവന്റെ പ്രശ്നം. നിനക്ക് വേണമെങ്കിൽ ഈ ലൈനിൽ കൂടെ നിനക്ക് പോവാലോ. ആ പ്രശ്നങ്ങളൊന്നും മനസ്സിലേക്ക് എടുക്കരുത്. ഏതോ ആൾക്കാർ എന്തോ പറയട്ടെ, നമ്മൾ നമ്മുടെ വഴിയിൽ കറക്റ്റ് ആയിട്ട് പോകണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വിഷയമായി നിങ്ങൾക്ക് മാറാൻ പറ്റില്ല. അതിപ്പോ ഒരു ഷെയ്ഖ് സായിദ് റോഡ് കൂടെ പോവാണെന്നുണ്ടെങ്കിലും ഷെയ്ഖ് സായിദ് റോഡിലും ഉണ്ട് സ്ലോ ആയിട്ട് പോകാനുള്ളത്. അതായത് മിനിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് പ്രശ്നം. ഒരുപാട് പേർക്ക് മനസ്സിലാവാതെ പോകുന്നതും കാര്യങ്ങൾ അതാണ്. അതായത് എനിക്ക് പറ്റിയ തെറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു സ്ഥലത്ത് സ്പീഡ് കൂടിയിട്ട് എനിക്ക് ഫൈന് കിട്ടി. ഫൈനൊക്കെ കിട്ടും കേട്ടോ, അതൊക്കെ അതായത് ഇറ്റ്സ് എ കോമൺ സ്റ്റഫ്. ഫൈന് കിട്ടിയിട്ടില്ലെങ്കിലാണ് പ്രശ്നം. അപ്പോൾ ഫൈന് കിട്ടും. അപ്പൊ നമ്മള് ഓവർ സ്പീഡ് എന്നുള്ള നിലയിൽ, ഫോർ എക്സാമ്പിൾ ഹെസ സ്ട്രീറ്റ് 80 മുകളിൽ പോവരുത്. എനിക്കറിഞ്ഞില്ല, വെച്ച അലക്കിയിട്ടുണ്ടായിരുന്നു 85, അതറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ള കാര്യം എന്തായിരുന്നെന്ന് വെച്ചാല്, അതായത് നമ്മളിപ്പോ പരിചയിച്ച് നല്ല രീതിയിൽ വന്നിട്ട് ഇപ്പൊ അബുദാബി വരയ്ക്കൊക്കെ ഒറ്റയ്ക്ക് പോകട്ടോ. ഒറ്റയ്ക്ക് അബുദാബി വരയ്ക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കിണ്ണം കാച്ചിട്ട് പോയിട്ട് വരും. എന്താ വെച്ചാൽ എന്റെ ക്ലയൻസ് അവിടെ ഉണ്ട്, എനിക്ക് അവിടെ പോയിട്ടും ജോലി ചെയ്യാനുണ്ട്. സോ എല്ലാ സമയത്തും ടാക്സിക്ക് 500-600 കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ തന്നെയാണ് പോവാറുള്ളത്. ഇത് മാത്രമല്ല, രാത്രിയൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് ഓടിച്ചിട്ടും വരുന്നത്. അപ്പോ അവിടെയും ഫൈന് കിട്ടി. എന്താ കാര്യം വെച്ചാൽ ഷെയ്ഖ് റാഷിദ് എന്താണ് ഷെയ്ഖ് സായിദ് അല്ല, അതിൽ കൂടെ പോയാൽ വലിയ കുഴപ്പം വരില്ല. ഷെയ്ഖ് റാഷിദ് ബിൻ മുഹമ്മദ് ആണോ തോന്നുന്നു. അതിൽ കൂടെ പോകുന്ന സമയത്ത് പുതിയൊരു നിയമമാണ്, അതിന്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും, എല്ലാവിടെയും എഴുതി വെച്ചിട്ടുണ്ടാവും. കാറ് 140 മാക്സിമം, 120 മിനിമം. ആ 2 ലൈൻ 120 താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫൈനാണ്. മനസ്സിലായില്ലേ? 120 തന്നെ പോണം, 140 ഉള്ളിലേക്ക് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന്റെ അടുത്ത് 2 ഉണ്ട്. അതായത് ഒരെണ്ണത്തിൽ വന്നിട്ട് എഴുതി വെച്ചിട്ടില്ല, അത് നിങ്ങളുടെ സ്പീഡിനനുസരിച്ച് നിങ്ങൾക്ക് പോവാം. അതിന്റെ അടുത്തത് എഴുതി വെച്ചിരിക്കുന്ന ഹെവി വെഹിക്കിൾസ് ആണ്, അത് 80 പോകാൻ പാടുള്ളൂ. ഈ 2 ലൈനിൽ നിങ്ങൾക്ക് നിന്നിട്ട് അവിടേക്ക് വേണമെങ്കിലും പോവാം. അവിടെയും എനിക്കൊരു ഫൈന് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു സംഭവം എങ്ങനെയാ നമ്മൾ പഠിച്ചെടുക്കുക? നമ്മൾ പഠിച്ചെടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ ഏരിയാസ് ഒക്കെ ഒന്ന് കവർ ചെയ്യുക. അതേമാതിരി തന്നെ കുട്ടികളുടെ സ്കൂള് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഗൂഗിൾ മാപ്പോ ഇല്ലെങ്കിൽ വെയ്സ് എന്ന് പറയുന്ന ആപ്പ് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. അതിൽ നമ്മൾ ഏത് ലൈനിൽ നിൽക്കണം എന്നടക്കം പറഞ്ഞു തരും. ഓക്കെ, എന്താണ് ആ ലൈനിൽ അത് കൂടെ നോക്കിയിട്ട് അതിൽ 4-5 റൂട്ട് പറഞ്ഞു തരും.
വരും. ആ 4-5 റൂട്ടില് ആദ്യം വന്നിട്ട് വളരെ സമയം കമ്മിയായിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് എത്താൻ പോലുള്ള റൂട്ടായിരിക്കും. അതിന് ശേഷമുള്ളതൊക്കെ കുറച്ച് ലോങ്ങസ്റ്റ് റൂട്ടായിരിക്കും. ഞാനൊക്കെ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ലോങ്ങസ്റ്റ് റൂട്ടേ എടുക്കാറുള്ളൂ. അതായത് വളഞ്ഞു തിരിഞ്ഞ് ഹൈവേ തൊടാതെ പോയാൽ മതി എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെ കുറച്ച് ഇൻട്രസ്റ്റ് എടുത്തിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് കേൾക്കുക എന്നുള്ളത്, അല്ല അവർ അത്രയും പൈസ ചെലവാക്കിയിരിക്കുകയല്ലേ എന്ന് വെച്ചാൽ ചില്ലറ പൈസയല്ലല്ലോ ഇതിനു വേണ്ടി മുടക്കിയിരിക്കണേ. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളൊരു എഫേർട്ട് ഇല്ലാണ്ട് ആ ഒരു സ്റ്റിയറിങ് കണ്ട് ആ വിറയ്ക്കണമെന്നുള്ള ഒരു ഇത് വരുന്നത് കുറച്ചായിട്ടുള്ള രീതിയിൽ ആ പേടി ഒന്ന് മാറ്റാൻ നോക്കുക. സത്യമായിട്ടും മാറും. എനിക്കൊക്കെ ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ചെയ്യാൻ പറ്റാത്തത്. സത്യമായിട്ടും മാറും. ഇവിടുന്ന് എന്താണ് പറയുക, അബുദാബി വരയ്ക്കും പോകാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു കോൺഫിഡൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു. എന്താ വെച്ചാൽ ഇവിടുത്തെ നിയമങ്ങൾ അങ്ങനെയാണ്. ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും കൂടി വന്നു എന്ന് പറയാനില്ല. ഓൾ ഫോളോ വൺ റൂൾ. അത് എവിടെയാണെന്നുണ്ടെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് ലൈൻ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയാൽ മതി. നിങ്ങൾ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ദറ്റ് യു ക്യാൻ ഡു. ഡ്രൈവിംഗ് എന്ത് സുഖമാണെന്നറിയോ? അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്കേ അറിയുള്ളൂ. സത്യം പറഞ്ഞാൽ നല്ല സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മിണ്ടാണ്ട വണ്ടി എടുത്തിട്ട് പാട്ടും കേട്ടിട്ട് പോയാൽ എന്ത് സുഖമാണെന്നറിയോ, റിലാക്സേഷൻ. സൊറേന എന്തായാലും അത് പഠിക്കണം. സൂപ്പറായിരിക്കും. ട്രസ്റ്റ് മീ, അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്, ഞാനിപ്പോൾ പേര് പറയണ്ടേ എന്നൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ചിട്ടൊന്നും എഴുതിയിട്ടില്ല. ശരി, എന്തായാലും എഴുതിയത് എന്താണെന്ന് വായിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, സഹോദരി എന്ന് വിളിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സഹോദരി സേതു എന്നാണ് കേട്ടോ പേര്. സഹോദരി, നാണമില്ലേ ഇങ്ങനെ പാചകമാണ് എന്ന് പറഞ്ഞ് നടക്കാൻ? പാചകക്കാരിയാണ്, ഷെഫാണ് എന്ന് പറയുമ്പോൾ പുച്ഛം തോന്നുന്നു. അത് എല്ലാവരിലും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണ് ഈ പാചകം? എന്താണ് ഈ ഷെഫുകൾ? ഇതൊക്കെ ഇപ്പൊ വന്ന കാര്യമല്ലേ? സീരിയസ്ലി? ഓക്കെ, വായിക്കാനും കിട്ടില്ല. എനിക്കിങ്ങനെ തലതിരിഞ്ഞിട്ടുള്ള സംഭവം കണ്ടാ കലി വരും. ശരി, വലിയ പാചകക്കാരിയാണ് എന്ന് പറഞ്ഞിട്ട് നടക്കാൻ നാണമില്ലേ? ഇതൊക്കെ എപ്പോൾ വന്ന കാര്യമാണ്? ഷെഫുകൾ, അതും പെണ്ണുങ്ങൾ. ഇതിന് മുഴുവൻ വായിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, സേതു ഏട്ടാന്ന് വിളിക്കണോ, സേതു എന്ന് വിളിക്കണോ, എന്താ വിളിക്കേണ്ടത്? നിങ്ങൾ വായുവിലാണ് ജീവിക്കണത്. ഭക്ഷണമൊന്നും കഴിക്കണില്ലേ? വീട്ടിലത്തെ ആൾക്കാരൊന്നും ഉണ്ടാക്കണില്ലേ? അമ്മ, പെങ്ങന്മാര്, ഭാര്യ, ഇവരൊന്നും ഭക്ഷണം ഉണ്ടാക്കി തരണില്ലേ നിങ്ങൾക്ക്? അതോ നിങ്ങൾ വെളിയിൽ പോയാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കില്ലേ? വായുവിലാണ് ജീവിക്കണത്. ഇത്രയും പുച്ഛമായിട്ടുള്ള രീതിയിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതായത് എല്ലാവർക്കും, ചില ആൾക്കാർക്കുള്ള കോൺസെപ്റ്റ് അതാണ്. ഷെഫ് എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പുച്ഛമായിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവം. മനസ്സിലായില്ല? ഇതും ഒരു ഫീൽഡ് തന്നെയാണ്. മനസ്സിലായില്ലേ? ഓരോ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. പണ്ടൊന്നും ഇത് പറയാനോ ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് അറിയാനോ ഒന്നും അറിയില്ലായിരുന്നു ആൾക്കാർക്ക്. ഓക്കെ, പാചകം എന്ന് പറയുന്നത് അന്നും പണ്ടുള്ള ആൾക്കാരും ഇതിലൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ദേഹണ്ണം എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. മനസ്സിലായില്ലേ? ഇത്ര പേർക്ക് ഇത്ര ഐറ്റംസ് ഇത്ര പേർക്ക് വേണം എന്നുള്ളത് സദ്യ കാര്യങ്ങൾക്കൊക്കെ ഒരു പാചകക്കാരൻ വന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ലിസ്റ്റ് എഴുതി കൊടുത്തിട്ടുള്ള രീതി ഉണ്ടല്ലോ. എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അത്. ഓക്കെ, ഒരു മനസ്സ്, കണ്ണ്, പാചകം എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിൽ എല്ലാം വിജിലന്റ് ആയിരിക്കണം. മനസ്സ്, നിങ്ങളുടെ സ്മെൽ, ഓക്കെ, യുവർ ഐസ്, യുവർ ഇയേഴ്സ്, എവ്രിതിങ് ഷുഡ് ബി അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഫുൾ ആൻഡ് ഫുൾ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നമുക്ക് കുട്ടിക്കളി പറ്റില്ല. കൺസിസ്റ്റൻസി, നിങ്ങൾ ഒരു നല്ല പാചകക്കാരാവുന്നത് എപ്പോഴാ? നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കൺസിസ്റ്റൻസിയാണ്. ആ കൺസിസ്റ്റൻസി നിങ്ങൾക്ക്, അതായത് ഇന്ന് അവിയൽ വെച്ച പോലെയല്ല നാളെ അവിയൽ വെച്ചെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പേര് നിങ്ങളുടെ അടുത്ത് വന്ന് കഴിക്കും? ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരാൾക്ക് ഉണ്ടാക്കിയാലും 100 പേർക്ക് ഉണ്ടാക്കിയാലും 1000 പേർക്ക് ഉണ്ടാക്കിയാലും അതേ കൺസിസ്റ്റൻസി വരാൻ
അതിന് കുറച്ച് ടാലന്റ് തന്നെ വേണം മക്കളെ. അതിന് കുറച്ച് ആൾക്കാർക്ക് അത് പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് ആൾക്കാരായിട്ടുള്ള ഞങ്ങളൊക്കെ തന്നെയാണ് ആ ഷെഫ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇത്രയും പുച്ഛമായിട്ടുള്ള രീതിയിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. വേറൊരു കാര്യം കൂടി പറയാം. എത്ര വലിയ ജോലി ആയിക്കോട്ടെ, എത്ര വലിയ ജോലി ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു റിട്ടയർമെന്റ് സ്റ്റേജ് ഉണ്ട് ഇല്ലേ? ഒരു ഷെഫ് റിട്ടയർ ആയി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു പാചകക്കാരി റിട്ടയർ ആയി, ഒരു പാചകക്കാരൻ റിട്ടയർ ആയി? ഇല്ല, അവർക്ക് റിട്ടയർമെന്റ് ഇല്ല. അവർക്ക് പ്രായമാകും തോറും അവർക്ക് ഡിമാൻഡാണ് കൂടുതൽ. ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള പാചകക്കാര് റെസ്റ്റോറന്റ് തുടങ്ങിയിരിക്കുന്നു. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പാചകക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മൾക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. കൺസൾട്ടൻസി അവിടെയും അവർക്ക് തന്നെയാണ് കൺസൾട്ടൻസി വരുന്നത്. അവരുടെ കൺസിസ്റ്റൻസി തന്നെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള രീതിയിൽ വരുന്നത്. പിന്നെ ഇനി എന്തൊക്കെ തന്നെ ഈ ലോകത്ത് സംഭവിച്ചാലും ഭക്ഷണം എന്നുള്ളത് ആവശ്യമായിട്ടുള്ള കാര്യമല്ലേ? അതായത് ഒരു നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതി എന്ന് നമുക്ക് തോന്നിക്കും. പക്ഷെ അതിനടുത്ത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ? സോ വീട്ടിലുള്ള അമ്മയായാലും സഹോദരി ആയാലും നിങ്ങളുടെ ഭാര്യ ആയാലും പാചകം ചെയ്യുക എന്ന് പറയുന്നത് ഇൻട്രസ്റ്റോടെ ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെയ്യുന്നു, അതൊക്കെ വേറെ വിഷയം. ഇതിനൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇഷ്ടത്തോടു കൂടിയിട്ട് വന്നിട്ട് പാഷനായിട്ടുള്ള രീതിയിൽ എടുത്തിട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ പാഷനെ പ്രൊഫഷനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് ആ വഴിയൊക്കെ എനിക്കൊക്കെ നല്ലപോലെ അറിയാം. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഫീൽഡ് ഒന്നും നമുക്ക് ആരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ലെവലിലേക്കുള്ള സാഹചര്യങ്ങൾ നമുക്ക് വന്ന് നിൽക്കും. അതിന്നെല്ലാത്തുനിന്നും നമ്മൾ എങ്ങനെ പുറത്ത് കടന്ന് നമ്മൾ നമ്മുടെ ടാലന്റോട് കൂടിയിട്ട് നമ്മൾ എങ്ങനെ നമ്മളെ പ്രൂവ് ചെയ്ത് നിർത്തുന്നു എന്നുള്ളവിടെ അതാണ് നമുക്കുള്ള വിജയം. മനസ്സിലായില്ലേ? ഈ ഒരു നാണമില്ലേ എന്ന് ചോദിച്ചില്ലേ? ഇല്ല. ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം ഷെഫ് ആൻഡ് ഐ ബിലോങ് ടു ദാറ്റ് കാറ്റഗറി വേർ പീപ്പിൾ റെസ്പെക്ട് മീ ഇൻ ദാറ്റ് മാനർ ഓഫ് സോ കോൾഡ് ഷെഫ് വിനി. ഞാൻ ഇന്ന് അത് നേടിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അധ്വാനിച്ചിട്ട് തന്നെയാണ്. കൈക്കൂലി കൊടുത്താലൊന്നും പാചകം ഉണ്ടാക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇത് പിടിച്ചോളൂ, എനിക്കൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് തരൂ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. എന്ത് ചെയ്യാൻ പറ്റും? ഏത് സ്റ്റാർ ഹോട്ടലിൽ പോയാലും എന്ത് ചെയ്താലും യു ഹാവ് ടു ഹാവ് സം ടാലന്റ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്രയും പുച്ഛമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ള ചോദ്യം ഒന്നേ ഉള്ളൂ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വായിൽ വല്ലതും നിങ്ങൾ ചവച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവില്ലേ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് വല്ലതും നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ സ്നാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ചായക്കടയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ വല്ല സമോസയെ ചായയെ കഴിക്കില്ലേ? ഇതൊക്കെ ആരുണ്ടാക്കി തരുന്നതാണ്? ബട്ടൺ പ്രസ് ചെയ്താൽ വരികയാണ്. അവിടെയും ഒരു നല്ല പാചകക്കാരനോ പാചകക്കാരിയോ ഉണ്ടാക്കിയതല്ലേ നിങ്ങൾ കഴിക്കണത്? ആ തട്ടുകടയിൽ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരാം. ആരുണ്ടാക്കിയതാണ്? വെറുതെ പൈപ്പ് തുറന്നാൽ ചായ വരൂ? അവിടെ ഉണ്ടാക്കുന്നത് ഒരു ഷെഫ് തന്നെയല്ലേ? നമ്മൾ ചിലപ്പോൾ അവരുടെ കോസ്റ്റ്യൂം അതായിരിക്കില്ല, അവരൊരു മുണ്ട് ഷർട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാക്കുന്നുണ്ടാവുക. അതേമാതിരി തന്നെ ഉള്ളുന്ന അവരുടെ ഭാര്യ ആയിരിക്കും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പുറത്ത് കൊടുക്കുന്നുണ്ടാവുക. ഷീ ഈസ് എ ഷെഫ്. അവരുടെ കൺസിസ്റ്റൻസി അല്ലേ നിങ്ങൾ കഴിക്കുന്നത്? അവരുടെ ടേസ്റ്റും അവരുടെ കാഴ്ചപ്പാടുമല്ലേ നിങ്ങൾ ആസ്വദിച്ച് കഴിക്കുന്നത്? സോ എവ്രിവെയർ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വീട്ടിലെ അമ്മയും അച്ഛനും, അമ്മ, ചില വീട്ടിലെ അച്ഛന്മാര്, അവരൊക്കെ ഷെഫ് തന്നെയാണ്. അവർ കോട്ടിട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു കൺസിസ്റ്റൻസിയിൽ അവരും ഉണ്ടാക്കി തരുന്നത് നമ്മൾ കഴിച്ചു. നിങ്ങൾ അതന്നെയല്ലേ കഴിച്ചു വളരുന്നത്? അങ്ങനെ പെട്ടെന്നൊന്നും സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. സോ എന്തെങ്കിലുമൊക്കെ എഴുതണം എന്നുള്ള നിലയിൽ എഴുതണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ എം സോറി, ഈ കണ്ട ആൾക്കാരുടെ ആ ഒരു മാനസികാവസ്ഥയിലൊന്നും എനിക്ക് എന്തായാലും സേതുവോ എവിടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത്തിരി ധൈര്യം സംഹരിച്ചിട്ട് ഒന്ന് വന്ന് കാണാൻ നോക്കൂട്ടോ. നല്ല നല്ല പാചകക്കാരും നല്ല നല്ല പാചകക്കാരുടെ അവരുടെ ജേണിയും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. വല്ലപ്പോഴും കാണാൻ തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദുബായിക്ക് വരാനോ ഇല്ലെങ്കിൽ എവിടെയാണെന്നും പോലും പറഞ്ഞിട്ടില്ല. എന്തായാലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണാൻ വരൂ. എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കാണണം എന്ന് നല്ല ആഗ്രഹമുള്ള ആളാണ് ഞാൻ. ഓരോ സംസാരങ്ങളെ എന്താ പറയുക, വേഷക്കെട്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഒരു മോക്കിംഗ് ആണ്. എന്താണെന്നറിയില്ല, ഇപ്പൊ ഇന്ന് എടുത്തിരിക്കുന്നത് മുഴുവൻ ഇങ്ങനെയാണ്. അതായത് ഞാനൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് മനു, കിച്ചു, ഞാൻ
ഞാൻ എന്നിട്ട് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, വീട്ടിലെ ഏറ്റവും ഉയരം കുറഞ്ഞിട്ടുള്ള ഒരു ആളായി മാറി എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ മക്കളൊക്കെ വലുതായി, ഞാൻ അവരുടെ മുമ്പിൽ ഹീലിട്ടിട്ടൊന്നും നടക്കുന്നില്ല. അപ്പോൾ അതേപോലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതേ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് വന്നിട്ടുള്ള എന്താണ് പറയുക, കമൻസിൽ ഒരു കമൻറ്റാണ് എന്നെ മാതിരി പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചതാണ്. ഞാൻ നിങ്ങളുടെ വിനീസ് കിച്ചൻ്റെ സബ്സ്ക്രൈബറാണ്, നിങ്ങളുടെ ഫോട്ടോ ഈ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു, അതുകൊണ്ട് പറയണമെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ ഇങ്ങനെ ഷെഫാണ് എന്ന്, ടീം തന്നെയാണ് ഷെഫാണെന്ന് പറഞ്ഞ് നിൽക്കാനും, ഇതേമാതിരി നിങ്ങൾക്ക് തടി കൂടുതലാണ് എന്നുള്ള രീതിയിൽ നിൽക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നാണമില്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സ്ലിം ആയിക്കൂടെ? ഓക്കെ, ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. ഷെഫ് എന്നുള്ളത് ബാക്കി നിൽക്കട്ടെ, അത് ഞാനിപ്പോൾ പറഞ്ഞു. എൻ്റെ മക്കളുടെ മുമ്പിൽ എനിക്ക് പോയിട്ട് നിൽക്കാൻ ഞാൻ എന്തിനാണ് നാണിക്കണത്? അത് എല്ലാവരുടെ അടുത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് സംസാരിക്കണത് കേട്ടോ. എന്തിനാണ് ഞാൻ നാണിക്കേണ്ടത്? ഒന്ന് പറഞ്ഞു തരുമോ? അത് ഞാൻ തടിയുണ്ടെങ്കിലും മെലിഞ്ഞാലും എങ്ങനെയുള്ള ഒരു രൂപമാണെങ്കിലും, ഇനിയിപ്പോൾ ക്ലിയോപാട്ര വന്ന് നിന്നാലും, എന്താണ് പറയുക, എലിസബത്ത് രാജ്ഞി വന്ന് നിന്നാലും, മനുവും കിച്ചുവിനും അവരുടെ അമ്മ ഞാൻ തന്നെയല്ലേ? അവരമ്മയെന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കണത് എന്നെ തന്നെയല്ലേ? അതെൻ്റെ രൂപം എന്തായാലും അവരെന്നെ കണ്ടിട്ട് തന്നെയല്ലേ വളർന്നിരിക്കുന്നത്? അവരുടെ മുമ്പിൽ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്, അമ്മ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇതിൽ നിങ്ങൾ ഇനി ആരെ കൊണ്ടുവന്ന് നിർത്തിയാലും അവരുടെ അമ്മ ഞാൻ തന്നെ. അതുകൊണ്ട് മക്കളുടെ മുമ്പിൽ, ഭർത്താവിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ എന്താണ് പറയുക, നാണമില്ലേ? എന്തിന്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം, ഈ ബോഡി കണ്ടിട്ട് ഇല്ലെങ്കിൽ തടിച്ചു മെലിഞ്ഞു, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ? എങ്ങനെയുണ്ട്? നന്നായി പോകുന്നുണ്ടോ ജോലി? ഇപ്പം നിങ്ങളൊരു പുതിയ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകണ്ടോമാ? കഷ്ടപ്പാടൊക്കെ ഉണ്ടാവൂലേ? എങ്ങനെ ടാക്കിൾ ചെയ്ത് പോകുന്നു? ചോദിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല. വീട്ടിലെ കാര്യങ്ങൾ, വിശേഷങ്ങൾ, എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നുണ്ടോ? എങ്ങനെയാണ് ബാക്കിയുള്ള? ചോദിക്കാൻ തോന്നുന്നില്ല. ഇട്ടുത്ത വഴിക്ക് ഒരൊറ്റ കാര്യം എല്ലാവർക്കും ചോദിക്കാനുള്ളൂ, എന്താ തടി, എന്താ മെലിയൽ? വേണ്ട കാര്യങ്ങൾ ആ ഏജിനനുസരിച്ചിട്ടുള്ള രീതിയിൽ എങ്ങനെയാണോ ഹെൽത്തിന് വേണ്ടത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഒരാളെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറയുന്നത്. ഈ ബോഡി ഷെയ്മിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കുക, ഇട്ടുത്ത ഉടനെ ചോദിക്കാൻ ഇത്രയേ ഉള്ളൂ, തടിച്ചൂല്ലേ? തടിച്ചാൽ നിങ്ങളാണോ ഭക്ഷണം കൊടുക്കുന്നത്? ആ കുട്ടി തന്നെയല്ലേ ഉണ്ടാക്കി കഴിക്കണത്? ആ കുട്ടിയുടെ കഷ്ടത്തിലും ബുദ്ധിമുട്ടിലും നിങ്ങൾ പോയിട്ട് ഇടപെട്ടോ? ആ കുട്ടിയുടെ പ്രശ്നത്തിൽ നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾ ഇടപെട്ടു? ആ കുട്ടിക്ക് എന്ത് കാരണം കൊണ്ടാണ് ആ കുട്ടി തടിച്ചിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയോ? ആ കുട്ടിയുടെ മെഡിക്കൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഒരാളുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഇനിയെങ്കിലും ഇത്തിരി മാറ്റി ചോദിക്കാൻ നോക്കുക. വിശേഷമൊന്നും ഇല്ലല്ലോ, എല്ലാം സുഖമായിരിക്കുന്നില്ലേ, വീട്ടിലെന്തൊക്കെ ഉണ്ടമ്മ, കാര്യങ്ങളൊക്കെ നന്നായി പോകണില്ലേ എന്ന് ചോദിച്ചു പഴകും. അതല്ലാതെ എടുത്ത ഉടനെ അങ്ങനെ കഷ്ടവും വെച്ചിട്ട് ഇരുന്നിട്ട് പറയുകയല്ല. തടിച്ചൂലേ, മെലിഞ്ഞൂലേ, എന്താ ഒരു മെലിവാണ്. ആ കുട്ടിക്ക് എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും. അതേമാതിരി തന്നെ കല്യാണം കഴിയാത്ത കുട്ടികളുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് മെലിഞ്ഞതുകൊണ്ടാണല്ലേ കിട്ടാത്തത് ആണെങ്കിൽ നിങ്ങൾ ശരിയാക്കി കൊടുക്കുമോ? ഇല്ലല്ലോ. എന്തിനാണ് വേണ്ടാത്ത പണിക്ക് പോകണത്? ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വിഷമിച്ചിട്ട് ഇരിക്കുന്നതിന് പകരം എന്തിനാണ്? അവരെ കൊണ്ട് 10 പൈസയോ ഉപകാരമില്ല. നമ്മൾ ആ വാക്ക്, അവരുടെ ലക്ഷ്യം പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഇമോഷണലി ഡാമേജ് ആക്കാൻ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ആൾക്കാരാണ്. അതിനുള്ള കഴിവുള്ള ആൾക്കാർ ദൈവം കൊടുത്തിട്ടുണ്ട്. അതിനു വേണ്ടി കഴിവുള്ള ആൾക്കാർ കുറച്ച് പേരിങ്ങനെ നടക്കുന്നുണ്ട്. ആ ആൾക്കാരുടെ മുമ്പിൽ പെടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിൽക്കാനും അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ മനസ്സിലേക്ക് എന്തെടുക്കണം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും നമുക്കൊന്നും ഒരു എഫക്റ്റ് ഉണ്ടാവാൻ പോകുന്നില്ല. എത്രയോ കാലമായ കുട്ടിയെ
അതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും കഴിഞ്ഞിട്ടും തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കളുടെ മുമ്പിൽ നിന്നിട്ട് എനിക്കത് എൻ്റെ മക്കളെയും പിടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് നാണമുണ്ടോ ചോദിച്ചാൽ ഇല്ല, നാണേയില്ല. അവരുടെ അമ്മ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ഒരു നാണവുമില്ല. മനസ്സിലായില്ലേ? സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ല എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റി. ഉത്തരമൊക്കെ തരാൻ അറിയാത്ത കേടൊന്നുമല്ല. എന്തും എഴുതാം എന്നുള്ള ആ ഒരു ഫീലിംഗ് ആണ് ഒരുപാട് പേർക്കുള്ളത്. സോ എടുക്കേണ്ടത് മാത്രം എടുത്ത് ഫോക്കസ് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് അവനവൻ്റെ കരിയറിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത് അതിനെ എങ്ങനെ കൊണ്ടുപോവാം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള മെൻറ്റാലിറ്റി മൈൻഡ് സെറ്റും ഒക്കെ ആയി. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ഒരു കാലത്തിലെങ്കിലും ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. സോ വൺസ് അഗെയിൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. നല്ല നല്ല ചോദ്യങ്ങൾക്ക് ഞാൻ എപ്പോഴും എന്താണ് പറയുക, അപ്പം തന്നെ മറുപടി കൊടുക്കാറുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് ഡിസ്കസ് ചെയ്യണം, പല ആൾക്കാർക്കും അത് ഉപയോഗമാകും എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ലെറ്റ്സ് ടോക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം ഒരുപാട് പാചകങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. താങ്ക് യു സോ മച്ച്. എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.